നമസ്കാരം. നിങ്ങൾ അറിഞ്ഞായിരുന്നോ? ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ ഇറാൻ വധിച്ചു. അതൊന്നല്ല, രണ്ടല്ല, 3 തവണ കഴിഞ്ഞ ഒരാഴ്ചക്കിടയിൽ. സാധാരണ ഒരാളെ ഒരു തവണയൊക്കെയാണ് കൊല്ലുന്നത്. ഇത് 3 തവണയാണ് ബെഞ്ചമിൻ നെതന്യാഹു കൊല്ലപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ് ഇവിടുത്തെ, അതായത് കേരളത്തിലെ സുഡാപ്പികളുടേതായിട്ടുള്ള പ്രത്യേക ഒരു സമാന്തര ലോകമൊക്കെ ഉണ്ട്. അവിടെ അത്തരം പേജുകളിൽ വലിയ ആഘോഷമാണ്. ഒരു ജൂതൻ്റെയെങ്കിലും ശവം കാണാൻ പറ്റുമല്ലോ, ഈ മരിച്ചെങ്കിൽ എന്തുകൊണ്ടാണ്, കൊല്ലപ്പെട്ടെങ്കിൽ എന്തുകൊണ്ടാണ് അവർ ഈ വിവരം പുറത്തു പറയാത്തത്, ആ മറ്റവൻ്റെ ശരീരം കാണിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദൈവത്തിന് നന്ദിയൊക്കെ പറഞ്ഞുകൊണ്ട് ഈ നോമ്പ് കാലത്ത് തന്നെ ഇതൊക്കെ കാണാൻ സാധിച്ചല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അറുമതിക്കാണ് ഇവർ ഇതൊക്കെ കാണുമ്പോൾ ഇവന്മാർ ഇത്ര വലിയ സൈക്കോ ആണോ എന്ന് പോലും ആരും സംശയിച്ചു. ആ തരത്തിലാണ്, ഇത്രയേറെ ജൂത വിരോധം കൊണ്ടു നടക്കുന്നവരാണ് എന്ന് നമുക്കറിയാം. പക്ഷേ ഇതുപോലൊരു വ്യാജ വാർത്ത പടച്ചു വിടുമ്പോൾ പോലും അതിൽ ആത്മരതി കൊള്ളുകയാണ്. അതായത് ഇവരുടെ ഈ വാദം സ്ഥാപിക്കാൻ വേണ്ടി പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എയുടെ കാലമാണല്ലോ ഇത്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാലമാണ്. ആർക്ക് വേണമെങ്കിലും ഏത് വീഡിയോ വേണമെങ്കിലും പടച്ചുവിടാം. അപ്പോൾ ഈ ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ ആയിട്ടുള്ള ഏതോ ഒരു വീഡിയോയിൽ അവർ പരിശോധിച്ചപ്പോൾ അയാൾ കൈകളിൽ 6 വിരൽ കണ്ടു. അതായത് ബെഞ്ചമിൻ നെതന്യാഹുവിന് 5 വിരലേ ഉള്ളൂ, പക്ഷേ ഒരു വീഡിയോയിൽ 6 വിരലുകൾ കാണപ്പെടുന്നു. അതിൻ്റെ അർത്ഥം ജൂതന്മാർ, അവർക്ക് മനസ്സിലായി ഇയാൾ കൊല്ലപ്പെട്ടുവെന്നും ഇയാൾ ജീവിച്ചിരിക്കുന്നുവെന്ന് കാണിക്കാൻ വേണ്ടി ഫേക്കായിട്ട് അവർ തന്നെ ഉണ്ടാക്കി വിട്ടപ്പോൾ ഇത് ശ്രദ്ധിച്ചില്ല. അങ്ങനെയാണ് ഈ 6 വിരൽ വന്നത്. അതിനർത്ഥം ഇയാൾ ജീവിച്ചിരിപ്പില്ല, മരിച്ചുപോയി, പക്ഷേ അത് ലോകത്തെ അറിയിക്കാതിരിക്കാനുള്ള നമ്പറാണ് എന്ന തരത്തിലാണ് ഇയാൾ കൊല്ലപ്പെട്ടു എന്ന തരത്തിൽ ഇവർ കിടന്നിട്ട് ആഘോഷിക്കുന്നത്. ഒടുവിൽ എന്തായി സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓരോ കൃത്യമായ ഇടവേളയിലും യഥാർത്ഥത്തിലുള്ള ബെഞ്ചമിൻ നെതന്യാഹു വന്നിട്ട് ലോകത്തെ അഭിസംബോധന ചെയ്യുന്നുണ്ട്. ഇപ്പം അദ്ദേഹം തന്നെ വന്നിട്ട് നോക്കൂ, എൻ്റെ കയ്യിൽ 6 വിരലൊന്നുമില്ല, 5 വിരലേ ഉള്ളൂ, ഞാൻ ഹൃതിക് റോഷനൊന്നുമല്ല. ഇത് അദ്ദേഹം പറഞ്ഞതല്ല, ഞാൻ പറയാണ്. ഞാൻ കൊല്ലപ്പെട്ടു എന്നൊക്കെയാണ് ചിലർ പറയുന്നത്. അവർ ആഘോഷിക്കട്ടെ, അവരുടെ ലോകം എന്നൊക്കെ പറയുന്നുണ്ട്. ഇവരുടെ ഒരു അവസ്ഥയാണ്, ഇവരുടെ ഒരു മാനസിക അവസ്ഥയാണ് ഞാൻ ആലോചിക്കുന്നത്. ഞാൻ ഇടയ്ക്ക് പോയി, നമുക്ക് ഈ വളരെ ബോറടിച്ചിരിക്കുമ്പോൾ പോയി മീഡിയ 1 ചാനൽ കാണാറുണ്ട്. കുറേ കാലമായിട്ടുള്ള ഒരു ശീലമാണ്. അതായത് ഇസ്രായേലും ഹമാസും തമ്മിലുള്ള യുദ്ധം നടക്കുന്ന സമയത്ത് ഹമാസിൻ്റെ ഓരോ നേതാക്കളെയും ഇവർ വലിയ ബിംബവൽക്കരിച്ച് അവരെ ഒരിക്കലും പിടിക്കാൻ പറ്റില്ല, അവരങ്ങനെയാണ്, ഇത്ര സുരക്ഷയിലാണ്, അവിടെ അടുത്തെത്താൻ പറ്റില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയും. ഇസ്മയിൽ ഹനിയെ തീർത്തു, അതിനുശേഷം മറ്റേ സിൻവറിനെ തീർത്തു. അങ്ങനെ ഓരോ ഹമാസ് നേതാക്കളെയും അവർ കൃത്യമായിട്ട് തീർത്തുകൊണ്ടിരിക്കും. അപ്പോഴെല്ലാം അടുത്ത ആളെ പൊക്കി അടിച്ച് ഇവന്മാർ പറയും, ഇവന്മാർ ആരെപ്പറ്റി പറയുന്നോ അവൻ്റെ വിധി ഒരാഴ്ച കൊണ്ട് തീരും. ഒരു മാൻഡ്രേക്ക് ചാനലാണത് എന്ന് പറഞ്ഞതുപോലെയാണ് അവന്മാരും ഇത് വലിയ ആഘോഷമായിട്ട് കൊണ്ട് നടക്കുകയാണ്. ബെഞ്ചമിൻ നെതന്യാഹു കൊല്ലപ്പെട്ടു, ഇറാൻ കൊന്നു. ഒരു തവണയാണെങ്കിൽ പിന്നെ സഹിക്കാം, 3 തവണയാണ് ഒരാഴ്ചയിലൊക്കെ ബെഞ്ചമിൻ നെതന്യാഹുവിനെ അങ്ങ് കൊല്ലുന്നത്. എന്നിട്ട് ഈ വാർത്ത സത്യമോ അസത്യമോ എന്തും ആവട്ടെ, ഈ വാർത്ത കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ ഇവന്മാർ അനുഭവിക്കുന്ന ഒരു സന്തോഷമുണ്ടല്ലോ, അതിന് എന്താ പറയുക, ആത്മരതി കൊള്ളുകയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ അങ്ങനെ എങ്ങാനും നടക്കുകയാണെങ്കിൽ ഇവനെയൊക്കെ നമ്മൾ സഹിക്കേണ്ടി വരുമല്ലോ. കാരണം പൊട്ടിത്തെറിയല്ലാതെ വേറൊരു തേങ്ങ ഇവർക്കറിയില്ല. അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയോ. 1921 നമ്മുടെ മലബാറിൽ ഒരു കലാപം ഉണ്ടായതിൻ്റെ കാരണം തുർക്കിയിലെ ഖലീഫയെ ബ്രിട്ടീഷുകാർ പിടിച്ച് വെളിയിൽ കളഞ്ഞ് സ്ഥാനഭ്രഷ്ടനാക്കി. അതിൻ്റെ കലിപ്പിലാണ് അവന്മാർ ഇവിടെ ഒരു കലാപം ഉണ്ടാക്കിയത്. അതാണ് ആ ജനം. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ യഥാർത്ഥത്തിലെങ്ങാനും ബെഞ്ചമിൻ നെതന്യാഹു കൊല്ലപ്പെട്ട ഒരു വാർത്തയാണ് പുറത്തേക്ക് വരുന്നതെങ്കിൽ ഇവന്മാരിവിടെ പൊട്ടിത്തെറിച്ചുകൊണ്ടായിരിക്കും ചിലപ്പം സന്തോഷം പ്രകടിപ്പിക്കുന്നത്. എന്തൊരു അവസ്ഥയാണ് ഈ സുഡാപ്പികളുടെ, ഈ ഇവന്മാരുടെ മാനസികാവസ്ഥ ഒന്ന് ചിന്തിച്ചു നോക്കി. അതൊരു ഫേക്ക് വാർത്തയായിട്ട് കൂടി എന്തൊക്കെയാണ് അതിൽ അവർ ഇയാൾ കൊല്ലപ്പെട്ടു എന്ന് വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു വെക്കുന്നത്, പടച്ചു വെക്കുന്നത്. ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ കയ്യിൽ നോക്കുക 6 വിരൽ, അത് വ്യാജ വീഡിയോ ആണ്. യഥാർത്ഥത്തിൽ അയാൾ മരിച്ചില്ല എന്ന്, കൊല്ലപ്പെട്ടില്ല എന്ന് ലോകത്തെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് അവർ തന്നെ പടച്ചു വിട്ടതാണ് എന്നൊക്കെ പറഞ്ഞു. ടെക്നോളജിയുടെ കാര്യത്തിൽ അവന്മാർ കഴിഞ്ഞിട്ടുള്ളവന്മാരേ ഉള്ളൂ. ഇതുപോലെ ഒരെണ്ണം ഫേക്കായിട്ട് ഉണ്ടാക്കി വിട്ടാലും 6 വിരലിൽ ഇല്ലാതെ ഉണ്ടാക്കി വിടാൻ അവർക്കറിയാം. അപ്പോൾ ഇതിൻ്റെ പിന്നിലും ഏതെങ്കിലും സുഡാപ്പി തന്നെയായിരിക്കും എന്ന് ഉറപ്പാണ്. എന്നാലും ഞാൻ ഇവരുടെ ഈ മാനസികാവസ്ഥയാണ് ആലോചിക്കുന്നത്. അത്രമാത്രം ജൂത വിരോധം ഇവരിലുണ്ട്. അതുകൊണ്ടാണ് അവരിങ്ങനെ ഒരു ഫേക്ക് വാർത്തയെപ്പോലും. പക്ഷെ നമ്മളൊക്കെ സൂക്ഷിക്കണം. കാരണം എന്തെന്നാൽ യഥാർത്ഥത്തിൽ ട്രംപിനോ നെതന്യാഹുവിനൊക്കെ എന്തെങ്കിലും സംഭവിച്ചാൽ, പാകിസ്ഥാനിലൊക്കെ കണ്ടിട്ടില്ലേ, അവർ സന്തോഷമൊക്കെ വരുമ്പോൾ അല്ലെങ്കിൽ കല്യാണത്തിന് ആഘോഷിക്കുന്ന എങ്ങനെ മേലോട്ട് വെടിവെച്ചിട്ടാണ്. ഇവിടെ അതിനുള്ള ലൈസൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് മാത്രമാണ്. പക്ഷേ ഇവന്മാർ എവിടുന്നെങ്കിലുമൊക്കെ പോയി ശിവാശയിലൊക്കെ പോയി വലിയ ഗുണ്ടും മറ്റുമൊക്കെ മേടിച്ചുകൊണ്ട് വന്ന് ബോംബിന് വരം വേണമെങ്കിൽ പൊട്ടിച്ച് കളയും. ചിലപ്പോൾ അതുകൊണ്ടും ആളുകൾക്ക് അപായം ഉണ്ടാവാം. എങ്ങനെ വിശ്വസിച്ച് ഇവൻ്റെയൊക്കെ ഇടയ്ക്ക് നമ്മൾ ജീവിക്കുമെന്നാണ് ആലോചിക്കുന്നത്. ഇതാണ് മാനസികാവസ്ഥ. ഒരു രക്ഷയുമില്ല കേട്ടോ. വളരെ വളരെ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു.